ലെസ്ലി, ഞാൻ ലവ്ലി. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. ഇന്നൊരു നല്ലൊരു മുട്ടക്കറിയാണ് വെക്കുന്നത്. പലതരത്തിലുള്ള മുട്ടക്കറികൾ എല്ലാവരും കഴിച്ചിട്ടുണ്ട്. വെറൈറ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറിയാണ് ഞങ്ങൾ ഇന്ന് തയ്യാറാക്കുന്നത്. ഇപ്പോൾ ടൗണിലൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ തേങ്ങയൊന്നും കിട്ടിയെന്ന് വരികയില്ല. അതുപോലെ സവോളയും തേങ്ങയും ഒന്നും ചേർക്കാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറിയാണ് ഞങ്ങൾ തയ്യാറാക്കുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് പാചകത്തിലേക്ക് കിടക്കാം. അതിനുവേണ്ടി ഞങ്ങളിവിടെ 5 പുഴുങ്ങിയ മുട്ട ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുവേണ്ടി കുഞ്ഞു കുഞ്ഞു കുറച്ച് സാധനങ്ങളൊക്കെ പൊടികളൊക്കെ ഉണ്ട്. നമുക്കതെന്തൊക്കെയാണെന്ന് നോക്കാം. മുട്ടക്കറി തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു 3 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അത് 2-3 അല്ലി വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചാണ് അത് നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പൊടികളാണ് വേണം, കുറച്ച് പൊടികൾ ആവശ്യമുണ്ട്. അതിലൊന്ന് മഞ്ഞപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി നമ്മളിതിൽ ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടി, കറിക്ക് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടി കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അല്പം മല്ലിപ്പൊടി, പിന്നെ നമുക്ക് വേണ്ട 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു നുള്ള് ഗരം മസാല. ഇത് നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഇനി മുട്ടക്കറിക്ക് വേണ്ടി നമ്മളൊരു മീഡിയം സൈസിലുള്ള ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ നമ്മൾ അടിച്ചെടുത്തതാണ്. അതും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി മുട്ടക്കറിക്ക് വേണ്ട ഒരു ഉരുളക്കിഴങ്ങാണ്. പുഴുങ്ങി കട്ട് ചെയ്ത് വെച്ചാണ്, ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെച്ചതാണ്. ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായ ശേഷം നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി, ചെറിയ കഷ്ണം മതി, 3-4 അല്ലി വെളുത്തുള്ളി, പിന്നെ 3 പച്ചമുളക്. നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം. നമുക്ക് ഈ എണ്ണയിലേക്ക് അത് ചേർത്ത് കൊടുക്കാം. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ പച്ചമുളകിൻ്റെയൊക്കെ ആ പച്ചമണം മാറുന്നോടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഒരുപാട് ഫ്ലെയിം കൂട്ടിയിടരുത്, ചിലപ്പോൾ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. നന്നായിട്ട് ആ പൊടികളുടെ പച്ചമണം മാറുന്നതുവരെ നന്നായിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇതിനകത്തേക്ക് നമ്മൾ സവോളയൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ തക്കാളിയുടെ പേസ്റ്റും ഉരുളക്കിഴങ്ങൊക്കെയാണ് അതിന് ആ ഗ്രേവി വരാൻ വേണ്ടി നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പം നന്നായിട്ട് പൊടികളുടെ ആ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് തക്കാളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി പേസ്റ്റ് കിടന്ന ആ മസാലയൊക്കെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരണം. ഇനി നമുക്ക് ഒരു 2 കറിവേപ്പില, അതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കണം. ചെറുതായിട്ട് തിളച്ച് വരണം. ഇനി നമുക്ക് നല്ലൊരു ടേസ്റ്റ് ക്രമീകരിക്കാൻ വേണ്ടി, നല്ല ടേസ്റ്റിന് വേണ്ടി ഒരു നുള്ളു വിനാഗിരിയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. നമ്മൾ പുഴുങ്ങി വെച്ച ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. 5 മുട്ടയാണ് ഇവിടെ പുഴുങ്ങി എടുത്ത് വെച്ചിരിക്കുന്നത്. അതൊന്ന് വരഞ്ഞിട്ടൊക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ നന്നായിട്ട് അതിനകത്ത് ആ ഗ്രേവിയുടെ എല്ലാം നന്നായിട്ട് പിടിക്കും. അപ്പോൾ ഞങ്ങളിവിടെ 5 എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഗ്രേവിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. സമയത്ത് ഉപ്പൊക്കെ കുറവാണോ നോക്കണം, അല്ലെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം. മുട്ട ഉരുളക്കിഴങ്ങൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ളൊരു ഗ്രേവി ആക്കി എടുക്കണം. അതിനുവേണ്ടി നമുക്ക് അല്പസമയം കൊണ്ട് നമുക്കൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ട് നമുക്ക് ഒരു 2 മല്ലിയിലയും കൂടെ തൂളിയിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സെർവിംഗ് ബോളിലേക്ക് ഒന്ന് മാറ്റാം. തേങ്ങയും സവോളയൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും നൂൽപുട്ടിനൊക്കെ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഞങ്ങൾക്ക് അയച്ചു തന്ന റെസിപ്പിയാണ്. അപ്പോൾ ഞങ്ങളിവിടെ ഉണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ ഇതൊരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.